രേഖ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. ബിനു പാസ്റ്ററോട് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. എന്താണ് ഈ മാനസാന്തരത്തിന് കാരണം? ചേട്ടാ, ഞാൻ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കുഴപ്പമില്ലല്ലോ, പറയാലോ അല്ലേ? തുറന്നു പറഞ്ഞോ. ഞാനാണെങ്കിൽ ഈ കറക്റ്റ്, അതായത് ഈ ആരാധന തടസ്സപ്പെടുത്തി എന്ന് പറയുന്നതിന്റെ തലേ ദിവസമാണ് നമ്മൾ ഇങ്ങനോട് ഇൻസിഡന്റ് അറിഞ്ഞത്. ഈ കുട്ടിയുടെ ഒരു ചാനലിനകത്ത് വന്ന വാർത്തയെ തുടർന്ന് ഞാനും ഇച്ചിരി വള്ളിക്കെട്ട് കേസൊക്കെ പിടിക്കുന്ന ഒരാൾ തന്നെ. പൊതുപ്രവർത്തനമാണെങ്കിലും അത്യാവശ്യം വള്ളിക്കോടുകാരിയാ, വള്ളിക്കെട്ട് കേസൊക്കെ പിടിക്കും. അപ്പോഴേ എന്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പോയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനും ഇതെന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് നമ്മളും അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുമല്ലോ. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ചെന്നപ്പോഴും കണ്ടത് ഈ പക്ക ക്രിമിനലായ ബിനു പാസ്റ്റർ ഈ പറയുന്ന കൊച്ചുമോൾ കോശി എന്ന ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറിക്കകത്തേക്കുന്നു. ഞങ്ങള് കുറെ പൊതുജനങ്ങൾ അവിടെ പരാതി പറയാൻ വന്നിരിപ്പുണ്ട്. അവരിരുന്ന കൂട്ടത്തിൽ ഞാനും അവിടെ ഇരുന്നു. അത് ഏകദേശം 1.5 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടും ഇവരവിടെ കിടന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ ഇത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു മറ്റേ അനാഥാലയം വരെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് 2 വണ്ടിയിലായിട്ട് നമ്മൾ അനാഥാലയത്തിന്റെ അവിടെ പോയി. അതായത് ഓർഫനേജ്, ആ ഉടായ്പ നടന്ന സ്ഥാപനത്തിന്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് ആ ഒരു വിഷ്വലും ഞാൻ എടുത്തായിരുന്നു. അതായത് ഇവര് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂമിൽ ഇരുന്നതും അതിന്റെ ഫ്രണ്ടിൽ ഇദ്ദേഹത്തിന്റെ വൈൻ റെഡ് കളറിലുള്ള ഇന്നോവ ക്രിസ്റ്റ കിടന്നതും എല്ലാം ഞാൻ വിഷ്വൽ എടുത്തായിരുന്നു. എടുത്തിട്ട് ഞങ്ങൾ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ, പെട്ടെന്ന് പറയൂ പ്ലീസ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇവർ ഈ സാധനം പറക്കി മാറ്റിയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് ഇതെല്ലാം പെട്ടെന്ന് കൊണ്ടുപോയാണോ ഇത് ക്ലോസിങ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങളത് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു വന്നുകൊണ്ടിരുന്നു ഈ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പക്ഷെ ബിനു പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. പുള്ളി അകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ബിനു പാസ്റ്ററെ നിങ്ങൾ ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ അവിടുത്തെ കുറെ നാട്ടുകാർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ മോളെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന്, ഇവിടെ ചീത്തവിളി അടി, ആൾക്കാർ രാത്രിയിൽ ഭയങ്കരമായിട്ട് കൂവുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇത് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഐസ്ക്രീം കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറയും, അല്ലെങ്കിൽ മധുരം കിട്ടാഞ്ഞിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു. പക്ഷെ ഇവർക്കൊക്കെ പറയാൻ പേടിയായിരുന്നു, ഇവരെ എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോഴവിടെ ഇന്നൊരു ചേച്ചിയാണെങ്കിൽ ബഹളം വെച്ച് എന്റെ പാലിന്റെ കാശ് തന്നിട്ട് പോയത്. അപ്പൊ ഞാനും ആ ചേച്ചിയുടെ പുറകെ പോയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പാലിന്റെ പൈസ കൊടുക്കടാ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ ഈ വിഷ്വൽ എല്ലാം എടുത്ത് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെയാണെങ്കിൽ ഈ വെട്ടുകിളി കൂട്ടങ്ങളെ ഭയങ്കരമായിട്ട് ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്രമണം. അന്നേരം എന്റെ വീടിനടുത്തുള്ള ഒരാളാണ് മനുചേട്ടൻ, അതായത് അഡ്വക്കേറ്റ് KJ മനു അടുത്തിരിപ്പുണ്ടല്ലോ. അപ്പൊ മനുചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മനുചേട്ടൻ ഇത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനും മോശമൊന്നുമല്ല, തിരിച്ച് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല ശരിക്കും തിരിച്ചു പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞേക്കുന്ന ഭീഷണി എന്ന് പറഞ്ഞാൽ എന്നെ അച്ചൻകോവിലാറ്റിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി ബിനു പാസ്റ്റർ മതം മാറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ബിനു പാസ്റ്ററിന്റെ അപ്പം വിചാരിച്ചത് നടക്കത്തില്ല എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. ലാസ്റ്റ് ഗതി കെട്ട് കുറെ വിഷയങ്ങളായി കഴിഞ്ഞപ്പോൾ 25-ാം തീയതി ഞാൻ SP കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ഒന്ന് വധഭീഷണി ചെയ്ത് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഈ ഒരു ബിനു പാസ്റ്ററിന്റെ ഡ്രൈവറാണ് എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അതായത് എന്റെ നെഞ്ചത്ത് മുല്ലപ്പൂവിന്റെ ഒരു റീത്ത് കൊണ്ടുവച്ചാലേ എനിക്ക് അഹങ്കാരം മാറത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ പിന്നെ രണ്ടാമത് എന്നെ ഇദ്ദേഹത്തിന്റെ ആൾക്കാർ എന്റെ ഒരു ജാതി പറഞ്ഞു, എനിക്കും ജാതിയുണ്ട്, എന്റെ ജാതി എനിക്ക് വലുതാണ്, അവരുടെ ജാതി വലുതാണെങ്കിൽ എനിക്ക് എന്റെ ജാതിയും വലുതാണ്, എന്റെ ജാതി പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും ചെയ്തത്. ഞാൻ അത് പരാതി കൊടുത്തു. പക്ഷെ ഇതുവരെ ഇന്നിപ്പോ 25 കഴിഞ്ഞിട്ട് ഇന്ന് 30-ാം തീയതിയായി, ഇതുവരെ ഒരു കാര്യങ്ങളിലും എന്നെ ഒന്ന് വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. വധഭീഷണി എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ സേഫ് ആണോന്നെങ്കിലും ചോദിക്കണം. രേഖ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കാരണം 1-2 അതിഥികൾ കൂടിയുണ്ട് ഇതിൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം എന്താ? മാപ്പ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടാനുള്ള കാരണം എന്താ? ഭീഷണി കാരണമാണോ? ഭീഷണി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭീഷണി മാത്രമല്ല, വേറൊരു തരത്തിലോട്ട് ഇതങ്ങ് കൊണ്ടുപോവാണ്. കാരണം ഞാൻ ഒരിക്കലും ഇവരുടെ ആരാധന തടസ്സപ്പെടുത്താൻ പോയിട്ടില്ല. തലേ ദിവസം എടുത്ത ആ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം പിറ്റേ ദിവസം അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പോയതും വീഡിയോ എടുത്തു. ഞാൻ ഒരിക്കലും ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ആരാധന തടസ്സപ്പെടുത്താനോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ ആകെ ചെയ്തത് മറ്റുള്ള ഓൺലൈൻ മീഡിയ എടുത്തതുപോലെ തന്നെ ഞാനും വിഷ്വൽ എടുത്തു എന്ന് മാത്രമേ അവർ ചെയ്തു. പക്ഷെ ഈ വെട്ടുകിളി കൂട്ടങ്ങൾ എന്നെ കടന്നാക്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒത്തിരി പേരെടുത്ത് പറഞ്ഞു, ഉള്ള സത്യം പറയില്ല. ഞാൻ മിഥുനെ വിളിച്ചിരുന്നു, ജനം ചാനലിൽ, എന്റെ സുഹൃത്തായിരുന്നു, ഇപ്പം കോട്ടയത്തേക്ക് മാറിയത്. മിഥുനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു അവസരം തരണം എന്റെ കാര്യം എന്ന് പറയാം. കാരണം ഞാൻ മാത്രമായി പോയി. ചില സമയം നമ്മളൊരു മെന്റൽ ട്രോമയിലോട്ട് പോകുമല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ മാത്രം നിന്നാൽ ഈ ഭൂമിയൊന്നും നന്നാവത്തില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ ഉടനെ തന്നെ ഞാനൊരു ലൈവിൽ വന്നപ്പോൾ തന്നെ ഇവളുമാരെല്ലാവരും, അതായത് ഈ പാസ്റ്ററിന്റെ കുറെ ലേഡീസ് ഉണ്ട്, ഈ ലേഡീസ് എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര തെറി പറയുന്നത്. അപ്പൊ തെറി പറയുമ്പോൾ ഞാൻ തിരിച്ച് തെറി പറഞ്ഞിട്ട് ആ ലൈവ് അങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ പോസ്റ്റ് ഇപ്പോഴും കിടപ്പുണ്ട്.
പോസ്റ്റ് ഇപ്പോഴും നിലനിൽപ്പുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ അന്നേരത്തെ ഒരു പ്രശ്നത്തിൽ മെന്റലായിട്ട് ഇവരെന്നെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിടത്തില്ല, കാരണം എന്നെ എന്തോ അച്ചൻകോവിലാറ്റിൽ വെച്ചിട്ട് സ്നാനപ്പെടുത്തി അവരെന്നെ എന്തോ എന്തൊക്കെ സഭയിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് അതൊന്ന് കണ്ടിട്ട് ഞാൻ ഇനി മാറത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു മാനസിക പ്രശ്നങ്ങളും ഈ അമിതമായിട്ട് പല സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ എനിക്കൊരു തോന്നലുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ ഇങ്ങനെ നോക്കുകുത്തിയെ പോലെ ഇരുന്നു. കാരണം ഒരു പരാതി കൊടുത്തിട്ട് കുട്ടി അവിടെ സേഫ് ആണോ എന്ന് ചോദിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു പോസ്റ്റ്. ഓക്കെ രേഖ എന്തായാലും അങ്ങനെ ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത് നന്നായി. അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ ഇത് കാണുന്നവർ, കാരണം ഈ പാസ്റ്റർക്കെതിരെ സമരം നയിച്ച ഒരാൾ പെട്ടെന്ന് പാസ്റ്ററോട് മാപ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കുമല്ലോ. അങ്ങനെ ഒരു സംശയമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ക്ഷമിക്കുക. എന്തായാലും പിന്നൊരു കാര്യം കൂടെ ഉണ്ട് ചേട്ടാ എനിക്ക് പറയാനുള്ളത്. അവരെന്നെ വിളിച്ചിരുന്നു. അവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിന് ക്ലോസിങ്ങിന് എന്നെ വിളിച്ചു? ഇനി ഞാൻ ഉറക്കെ വിളിച്ച് പറയുന്നു, ബിനു പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു ക്ലോസിങ്ങിന്. ബിനു പാസ്റ്റർ ഒരു ഇടനിലക്കാരനെ വിളിച്ച് എന്നെ വിളിച്ചിരുന്നു ക്ലോസിങ്ങിന്. എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തിനാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്? ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇടരുത്? വളരെയധികം നന്ദി രേഖ, വളരെയധികം നന്ദി തുറന്നു പറഞ്ഞതിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.